പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയിപ്പോൾ നമ്മൾ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അനേകം ആൾക്കാർ, എല്ലാവരും ഒന്നും ഇല്ലെങ്കിലും കുറേ പേര് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ 50 ദിവസത്തോളം ഒത്തിരി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇത് ആദ്യത്തെ പ്രാവശ്യമൊന്നും അല്ലല്ലോ നോമ്പെടുക്കുന്നത്. കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒത്തിരി നോമ്പുകളെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ് നമ്മൾ ക്രിസ്ത്യാനികളെല്ലാവരും, കത്തോലിക്കർ. അപ്പോൾ ഈ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ അവസാനം എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയതായിട്ട് നിങ്ങൾക്ക് പറയാനുണ്ടോ? എന്തെങ്കിലും ഒരു ദൈവാനുഭവം നോമ്പെടുത്തതിൻ്റെ പേരിൽ കർത്താവ് തന്നതായിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കാനുണ്ടോ? സാക്ഷ്യപ്പെടുത്താനുണ്ടോ? കാരണം ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ത്യാഗമെടുത്ത് നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ എടുക്കുന്ന ഏതൊരു ത്യാഗത്തിനും വിലയുണ്ട്. അപ്പോൾ ഈ ത്യാഗത്തിന് വിലയുള്ളതുകൊണ്ട് നമ്മുടെ ഈ ത്യാഗം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ദൈവാനുഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദൈവാനുഗ്രഹം നമുക്ക് കിട്ടും. അങ്ങനെ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ത്യാഗം ചെയ്തിട്ട് നോമ്പ് കാലത്ത് എന്തെങ്കിലും ദൈവം തന്നതായിട്ട്, ദൈവാനുഭവം ലഭിച്ചതായിട്ട് ആർക്കെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കമായിരിക്കും. എല്ലാ വർഷത്തെ പോലെ നോമ്പ് കാലം വരുന്നു, നോമ്പെടുക്കുന്നു, എങ്ങനെയെങ്കിലും ഒരു 19 ദിവസത്തോളം അത് തള്ളി നീക്കുന്നു. ഇതൊരാചാരം എന്നതുപോലെ എടുക്കുന്നു, പൂർത്തിയാക്കുന്നു. ഇതല്ലാതെ ഇതിനെക്കുറിച്ച് ഒരു ദൈവാനുഭവം പങ്കുവെക്കാനായിട്ട് ഇന്ന് ദൈവമക്കൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ നോമ്പ് എടുക്കേണ്ടതുപോലെ എടുക്കാത്തതുകൊണ്ടാണ്. എന്നാൽ നോമ്പ് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഒരു ദൈവാനുഭവം നമുക്ക് കിട്ടും. നോമ്പെടുത്ത് ദൈവാനുഗ്രഹം കിട്ടണോ, നോമ്പെടുത്ത് ദൈവാനുഭവം കിട്ടണോ, നമ്മൾ നോമ്പെടുക്കേണ്ടത് ഇങ്ങനെയായിരിക്കണം. നോമ്പെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിറയ്ക്കണം. നമ്മുടെ ഹൃദയത്തിൽ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ചിന്ത നിറയ്ക്കണം. അതായത് ഫലമില്ലാത്ത ഒരു ത്യാഗത്തിനും ദൈവാനുഗ്രഹം കിട്ടത്തില്ല. അതായത് നമ്മളെടുക്കുന്ന ത്യാഗത്തിലൂടെ എന്തെങ്കിലും ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ അത് വെറും ഒരു കാപട്യമാണ്, അത് വെറും ഒരു ഷോ ആയിട്ട് മാത്രം മാറും. ഇനി എന്താണ് നോമ്പെടുക്കുമ്പോൾ അല്ലെങ്കിൽ ത്യാഗമെടുക്കുമ്പോൾ ഫലമുണ്ടാകണമെന്ന് പറഞ്ഞാൽ? ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും നോമ്പ് കാലത്ത് എടുക്കുന്ന ഒരു പ്രത്യേക ത്യാഗമാണ് നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കാറില്ല, അല്ലേ? അതായത് മാംസാഹാരങ്ങൾ നമ്മൾ കഴിക്കാതെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നു. വീട്ടിലേക്ക് 50 ദിവസത്തോളം മത്സ്യവും മാംസവും മുട്ടയും ഒന്നും കയറ്റിയല്ല, അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരികയല്ല, മേടിക്കുകയല്ല. അപ്പോൾ ഇത് മേടിക്കാതിരിക്കുമ്പോൾ, ഇത് കഴിക്കാതിരിക്കുമ്പോൾ ഇതൊരു ത്യാഗമാണ്. ഇതെല്ലാ വീട്ടിലും എല്ലാ കാലഘട്ടത്തിലും നോമ്പ് കാലത്ത് സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ സംഭവിക്കണം. നിങ്ങൾ ഈ 50 ദിവസത്തോളം മാംസവും മത്സ്യവും മുട്ടയും ഒന്നും കഴിക്കാതെ എല്ലാവരും ഇങ്ങനെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എടുക്കുന്ന ത്യാഗത്തിൽ ഒരു ലാഭമില്ലേ? ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ വീട്ടിലെ ചേട്ടന്മാരോട് ചോദിക്കുക. അപ്പോൾ അവർ ആണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പം എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ മാംസം മത്സ്യവും മുട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരാണ്. ഈ 50 ദിവസം അവർ അത് മേടിക്കാതിരിക്കുമ്പോൾ അവർക്കറിയാൻ പറ്റും നോമ്പ് കാലത്തിൽ ഒത്തിരി പൈസ ലാഭമുണ്ടെന്ന്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നോമ്പെടുക്കുന്നത് അല്ലെങ്കിൽ ത്യാഗമെടുക്കുന്നത് ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല. ഈ നോമ്പെടുക്കുന്നത്, ത്യാഗമെടുക്കുന്നത് ഫലങ്ങൾ ഉണ്ടാകാനും കൂടെ വേണ്ടിയിട്ടാണ്. അതാണ് കർത്താവ് അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50ഓളം ദിവസങ്ങൾ മത്സ്യവും മാംസവും മുട്ടയൊന്നും മേടിക്കാതെ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റുന്ന ആ പണമില്ലേ, ആ പണം എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അത് കണക്ക് കൂട്ടിയിട്ട് അത് മാറ്റിവെക്കുക. ഇങ്ങനെ മാറ്റിവെക്കുമ്പോൾ ഈസ്റ്റർ ആകുമ്പോഴത്തേന് നല്ല ഒരു എമൗണ്ട് പണം നിങ്ങളുടെ കയ്യിൽ വരും, ബാലൻസ് ആയിട്ട്. മാംസാഹാരങ്ങളൊന്നും മേടിക്കാതെ മാറ്റിവെച്ച ആ പണമില്ലേ, ആ ത്യാഗത്തിൻ്റെ ഫലം. ഈ ഫലം എടുത്തിട്ട് ഈസ്റ്റർ ആഘോഷിക്കാനല്ല പോണ്ടേ. ഈ പണം എടുത്തിട്ട് നമ്മൾ ദരിദ്രരായ പാവപ്പെട്ടവരായിട്ടുള്ള മനുഷ്യർക്ക്, ഒന്നുമില്ലാത്ത മനുഷ്യർക്ക് ആ ത്യാഗത്തിൻ്റെ ഫലം എടുത്തു കൊടുക്കുമ്പോഴാണ് നമ്മളെടുക്കുന്ന നോമ്പിന് ഒരു ഫലമുണ്ടാകുന്നത്. നമ്മളെടുക്കുന്ന നോമ്പിലൂടെ, നമ്മളെടുക്കുന്ന ത്യാഗത്തിലൂടെ നമുക്ക് ലാഭം കിട്ടുവാണെങ്കിൽ ആ എടുക്കുന്ന ത്യാഗം കൊണ്ട് യാതൊരു ഫലം ഉണ്ടാകില്ല. ആ ത്യാഗത്തിൽ കർത്താവ് അനുഗ്രഹിക്കില്ല. വർഷങ്ങളായിട്ട് നമ്മളെടുക്കുന്ന നോമ്പില്ലേ, ഈ നോമ്പ് കാലമൊക്കെ നമ്മൾ ഇതുപോലെ ആചരിക്കുന്നതുകൊണ്ടാണ് ഈ ത്യാഗം എടുത്തിട്ടൊന്നും ഒരു ദൈവാനുഗ്രഹമോ അല്ലെങ്കിൽ ദൈവാനുഭവം കിട്ടാതെ പോകുന്നത്. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുക. ഈശോ എടുത്ത ഓരോ ത്യാഗം, ഈശോ സഹിച്ചപ്പോൾ, ഈശോ കുരിശ് ചുമന്നപ്പോൾ, ഈശോ മരിച്ചപ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും.
ഈശോ എടുത്ത ത്യാഗത്തിൻ്റെ ഫലം കൊണ്ടേ ലോകത്തിന് നന്മ കിട്ടി. അത് ഇന്ന് നമ്മളെല്ലാവരും അനുഭവിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 19-ാം തിരുലിഖിതം ഒന്ന് വായിച്ചു നോക്കിയേ. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടുമെന്നാണ് കർത്താവ് പറയുന്നത്. ഇത് വൃക്ഷത്തെക്കുറിച്ച് പറയുന്നതല്ല, ഇത് മനുഷ്യരെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. ഇനി മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുലിഖിതം ഒന്ന് വായിച്ചു നോക്കിയേ. അവിടെ ഈശോ അത്തിവൃക്ഷത്തെ ശപിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ വചനം പറയാണ്, ഇലകളല്ലാതെ അതിൽ യാതൊരു ഫലവും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈശോ അതിനെ ശപിച്ചെന്നാണ് പറയുന്നത്. എല്ലാവരിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ത്യാഗങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സുവിശേഷം എനിക്ക് തോന്നുന്നു ഇതാണ്. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ സഭയില്ലേ, ഈ സഭയും നമ്മളെല്ലാവരും ഈ നോമ്പ് കാലത്തിൽ എടുക്കുന്ന ഈ ത്യാഗത്തിൻ്റെ ഫലം അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എത്ര കോടിക്കണക്കിന് രൂപ വരും അല്ലേ? ആ പണം കൊണ്ടുണ്ടല്ലോ എന്തോരം പാവപ്പെട്ട ആൾക്കാരെ നമുക്ക് സഹായിക്കാൻ പറ്റൂലേ? ശരിക്കും സുവിശേഷം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്നൊരു വിശ്വാസം ഉണ്ടല്ലോ, അത് അതിൻ്റേതായിട്ടുള്ള ആ ആഴത്തിൽ, ആ അർത്ഥത്തിൽ മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ നാട്, നമ്മുടെ സഭയൊക്കെ ഉണ്ടല്ലോ ഒരു സ്വർഗമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നല്ലൊരു ത്യാഗത്തിലൂടെ, അർത്ഥവത്തായ ഒരു ത്യാഗ ജീവിതത്തിലൂടെ നമുക്ക് ജീവിതം നയിക്കാനായിട്ട് പ്രത്യേകം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് ഒരുങ്ങാനായിട്ട് പ്രത്യേകം എന്നെ അനുഗ്രഹിക്കണമേ. നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കാനുള്ള കൃപയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന ഓരോ ത്യാഗം, അത് ഭക്ഷണമായിരിക്കാം, എൻ്റെ സമയമായിരിക്കാം, എൻ്റെ ആരോഗ്യമായിരിക്കാം, മറ്റെന്തുമായിക്കൊള്ളട്ടെ, ആ ത്യാഗത്തിൻ്റെ ഫലം അത് മറ്റുള്ളവർക്ക് അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ ത്യാഗത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, ആ ത്യാഗത്തെ മാറ്റിയെടുക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ എടുക്കുന്ന ത്യാഗത്തിന് ഒരു ഫലം കണ്ടെത്തി ആ ഫലം കൊടുക്കുവാനും അതിലൂടെ വലിയൊരു ദൈവാനുഗ്രഹവും ദൈവാനുഭവമൊക്കെ എന്നിലേക്ക് ലഭിക്കുവാനുമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. അതിനായിട്ട് തമ്പുരാൻ്റെ ആശീർവാദം സ്വീകരിക്കാം.